ഹായ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. 7 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയെല്ലാം നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 7 വിസിലടിച്ച് എടുത്തിട്ടുണ്ട് കുക്കർ. എന്നിട്ട് ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. വെന്ത ബീഫ് ചെമ്പിലോട്ട് മാറ്റി അതിലേക്ക് വേണ്ട മസാലകൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല, പ്രത്യേകം നമ്മൾ തയ്യാറാക്കിയ ബിരിയാണി മസാലയാണ് അത്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി എല്ലാം ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമ്മൾ തീ കത്തിച്ച് നല്ല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പത്തിന് നമ്മൾ അരി വെള്ളത്തിലിട്ടെടുക്കുന്നുണ്ട്. 7 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 7 കിലോ അരി വെള്ളത്തിലിട്ട് മുക്കാൽ മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട വെള്ളം ഒരു പാട്ട അരിക്ക് 1.5 പാട്ട വെള്ളം വെച്ച് വീതം പാർന്നിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റ്, സൺഫ്ലവർ ഓയിൽ, ഗ്രാമ്പു, ഏലക്ക, പട്ട, തക്കോലം, നാരങ്ങ നീര്, ഡാൽഡ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല തീ കത്തിച്ച് തിളപ്പിച്ച് ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഉപ്പ് കമ്മിയുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. വറ്റിക്കഴിഞ്ഞിട്ടാൽ ഉപ്പ് പിടിക്കുന്നതല്ല. അപ്പോൾ നല്ലവണ്ണം 85% അരി വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വെച്ച് അടച്ചു വെക്കുന്നതാണ്. അത് ഇറക്കി വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അടുപ്പിൽ കയറ്റി അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ്, പുതിന, തൈര്, ഉപ്പ് കമ്മിയുണ്ടെങ്കിൽ ഉപ്പ്, മസാലകളെല്ലാം ടേസ്റ്റ് നോക്കണം. അപ്പോൾ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം അരഭാഗം ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച നമ്മൾ സ്പെഷ്യൽ ബിരിയാണി മസാലയും ഗരം മസാലയും മല്ലിച്ചപ്പ്, ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്, അത് പിന്നെ മുന്തിരി, ഉണക്കമുന്തിരി, പിന്നെ അണ്ടിപ്പരിപ്പ് എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള റൈസ് ഇട്ട് നെയ്യ് ഒഴിച്ച് നന്നായി അടപ്പ് മൂടി വെച്ച് അതിലേക്ക് നമ്മൾ മുകളിലേക്ക് കണലും അടിയിലും മുകളിലുമായി കണലിട്ട് നന്നായിട്ട് ദമ്മിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.